ഹായ് ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാരിദ്ര്യത്തിൽ ജനിക്കുക എന്ന് പറയുന്നതൊന്നും ആരുടെയും തെറ്റല്ല. പക്ഷേ ആ ദാരിദ്ര്യത്തിൽ തന്നെ നമ്മൾ ജനിച്ച് വളർന്ന് അങ്ങനെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരു തെറ്റാണ്. നമ്മുടെ അവസരങ്ങൾ ഒരുപാടാണ്. ആ അവസരങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനാണ്, ഉയർന്നു വരാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അങ്ങനെ തൻ്റെ പരിമിതികളെയൊക്കെ കടന്ന് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് മുന്നിലേക്ക് വന്ന ഒരു കുട്ടിയെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരാളാണ്, യൂട്യൂബറാണ് ഇച്ചാപ്പി ദ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ യഥാർത്ഥ പേര് ഇച്ചാപ്പി എന്നാണ് എപ്പോഴും പരിചയപ്പെടുന്നത്. എല്ലാവർക്കും പരിചിതമായ പേരും അങ്ങനെയാണെങ്കിലും ശ്രീലക്ഷ്മി എന്നാണ് ആ ഇച്ചാപ്പിയുടെ പേര്. അപ്പോൾ ആ കുട്ടിയെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കുട്ടിയുടെ പഴയ കാല അവസ്ഥ എന്തായിരുന്നു എന്നും ആ കുട്ടി ജീവിച്ച ജീവിതവും ആ കുട്ടിയുടെ വീടും എന്തൊക്കെയായിരുന്നു എന്നും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു വീട് നോക്കൂ. ഈ വീട് ഇതൊരു വീട് എന്നൊന്നും ഇതിനെ പറയാൻ കഴിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഷെഡ്. അതിലായിരുന്നു ആ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത്. വളരെ ദുരിതപൂർണ്ണമായിരിക്കുമെന്ന് നമുക്ക് ആരും പറയാതെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു ഒറ്റമുറി വീട്ടിൽ എങ്ങനെയാണ് ആ കുട്ടി കഴിഞ്ഞു കൂടിയതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെ ഒരു വീട്ടിൽ കൂലിപ്പണിക്കാരായ തൻ്റെ മാതാപിതാക്കളുടെ ഒപ്പമാണ് ആ കുട്ടി കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കാണാൻ സാധിക്കും. അന്നത്തെ ഹോം ടൂർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മോശമാണ് ആ വീട്, അവിടെ എങ്ങനെയാണ് ആ കുട്ടി കഴിഞ്ഞതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ഇന്നത്തെ ഇച്ചാപ്പിയിലേക്കുള്ള ഒരു വളർച്ചയുണ്ട്. ആ കുട്ടിയുടെ കഠിനാധ്വാനത്തിൻ്റെയും കഴിവിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് നമുക്ക് വേണം പറയാം. ഇപ്പോൾ ആ കുട്ടി വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ വീടെന്ന് പറയുന്നത് ഇതാണ്. ആ വീട്ടിൽ വളരെ സന്തോഷകരമായിട്ടാണ് അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാണുന്നവർക്ക് അത് വലിയ കൊട്ടാരമൊന്നും ആയിരിക്കില്ല, പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചോളം അത് വലിയൊരു കൊട്ടാരം തന്നെയാണ്. കാരണം തൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും ബുദ്ധിമുട്ടിൽ നിന്ന് തൻ്റെ ഒറ്റരാളുടെ ആത്മവിശ്വാസം അധ്വാനം ഒക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ അത് കൊട്ടാരം പോലെ, ആ കുട്ടിക്ക് കൊട്ടാരം പോലെയുള്ള ഒരു വീട്, നല്ല അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് ഉണ്ടാക്കാൻ, തൻ്റെ മാതാപിതാക്കളെ ഈ ഒരു അവസരത്തിൽ നല്ല രീതിയിൽ നോക്കാനും ഒക്കെ സാധിക്കുന്നത് ആ കുട്ടിയുടെ സക്സസ് തന്നെയാണ്. അതിനെ നമ്മൾക്ക് അംഗീകരിച്ച് പറ്റും. നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്ത് അതൊക്കെ നേടാമെന്ന് ഈ ഒരു കുട്ടിയെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും ആ പെൺകുട്ടി എല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ചില സമയങ്ങളിൽ കാണാൻ സാധിക്കും. ഇതൊരു കൊട്ടാരം, ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട് കൊട്ടാരമാണ്, അതെങ്ങനെയായിരുന്നു അത് വളർന്നു വന്നത്, ആ സാഹചര്യത്തിന് ഇപ്പം ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അതൊരിക്കലും ഈ ആർഭാടത്തിലോ അല്ലെങ്കിൽ ആഡംബരത്തിലോ ഒന്നും ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല. ഓരോ ആൾക്കാരും അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയിട്ടും ഒക്കെയാണ് ഇന്ന് ഈ കാണുന്ന ആ ലെവലിലോട്ട് എത്തുന്നത്. അങ്ങനെ കടന്നു വന്നവർക്ക് മാത്രമേ ഒരു പക്ഷേ ആ കുട്ടിയുടെ ആ ഒരു സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റുള്ളൂ. അപ്പം ഇത്തരം കമൻറ്റുകൾ ഇടുന്നവർ ഇനിയും കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക, കൂടെ സപ്പോർട്ട് ചെയ്യുക ആ കുട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചാപ്പിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.